ഹായ്, അപ്പോൾ നമ്മളിന്നും അതുപോലെ തന്നെ വല നോക്കാനായിട്ട് വന്നതാണ്. ഇന്ന് നമുക്ക് എന്തൊക്കെ മീനാണ് കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഈ വർഷം ഇത്ര വെള്ളമായിട്ട് കയറുള്ളൂ. അപ്പോൾ നല്ല പ്രളയത്തിൻ്റെ സമയത്തേക്കാണെങ്കിൽ ആ മരം നിൽക്കുന്ന അവിടെ വരെ വെള്ളം കയറിക്കൊണ്ടിരുന്നതാണ്. നമ്മുടെ വലയിൽ രോഹു കിടപ്പുണ്ട് കേട്ടോ. കൊണ്ടുകിടക്കുന്നത് അത്യാവശ്യം സൈസുള്ള രോഹുവാണ്. അല്ലേ അങ്ങനെ ആദ്യമായി തന്നെ നമുക്കൊരു നല്ല രോഹുവിനാണ് കിട്ടിയിരിക്കുന്നത്. മുമ്പൊക്കെ 6 കിലോ വരെയുള്ള രോഹുവിന് നമുക്ക് കിട്ടുന്നുണ്ട് നേരത്തെ. ഇത് ചെറുതായിട്ട് 2 കിലോ ആണ് ഒരിക്കും, അത്രയൊക്കെ ഉള്ളൂ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. നല്ലപോലെ തന്നെ പിടയ്ക്കുന്നുണ്ട്. ചാക്കിലാക്കിയില്ലെങ്കിൽ ഒരു പിടയ്ക്ക് വെള്ളത്തിൽ കിടക്കും. ഇതേപോലെ വെള്ളം കയറി വരുന്ന സമയത്താട്ടോ കൂടുതലായിട്ട് മീൻ കിട്ടുന്നത്. വേനൽക്കാലത്തൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ വല കിട്ടുമെന്ന് പറഞ്ഞാലും വലിയ മീനൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ആ മീനെ ഒരു ചാക്കിലാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. കിട്ടല്ലേ പോകുക. അങ്ങനെ നമുക്ക് അടുത്തായിട്ട് കിട്ടിയിരിക്കുന്ന രോഹുവിനെ തന്നെ കേട്ടോ. ഇന്ന് രോഹുവിൻ്റെ ശാഖരയാന്ന് തോന്നുന്നു. നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്. ഇതിന് ചെടിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ പള്ളയും ഒക്കെ തിന്ന് ജീവിക്കുന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ഡാമിൽ അങ്ങനെ മാലിന്യങ്ങളൊന്നും വരാറില്ല. പുറത്തുനിന്നുള്ള വേസ്റ്റ് കാര്യങ്ങളൊന്നും വരാറില്ല. നല്ല ക്ലീനാണ് വാട്ടർ. അങ്ങനെ നമ്മൾ കിട്ടിയ വലയെല്ലാം നോക്കിക്കഴിഞ്ഞു കേട്ടോ. വീഡിയോ എല്ലാം ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇട്ട് വീണ്ടും കാണാം.